എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 2003 ഞാൻ ബലാത്സംഗം നിർത്തിയെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. വല്ലയിടത്തും പോയി കയറേണ്ട പെൺപിള്ളേരാ. നല്ല ചൊവ്വും മെനയായിട്ടിരിക്കണം. നിനക്കിത് മതി. അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് അതേ ലൈഫ് ബോയ് സോപ്പ് വെച്ച് എന്നെ അവരുടെ മുമ്പിൽ വെച്ച് കുളിപ്പിച്ച് എന്നെ അവമാനിച്ചു. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു, നാട് വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചു, പലതും ആലോചിച്ചു. കാരണം ഈ അടുക്കള ഭാഗത്തോട്ട് ചെല്ലാൻ ഈ പെമ്പിളർ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയല്ലേ. ഞാൻ പണ്ട് എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 2003 ഞാൻ ബലാത്സംഗം നിർത്തിയെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. അതിന് കാരണമായതെന്ന് വെച്ചാൽ ഒരു ജെൻഡർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അവരുടെ ഒരു ട്രെയിനിങ്ങിന് ഞങ്ങൾ പോയി. അത് ഹൈദരാബാദിൽ വെച്ചായിരുന്ന ട്രെയിനിങ്. ഞങ്ങൾ കുറേ IPS ഉദ്യോഗസ്ഥരെ ട്രെയിൻ ചെയ്താണ്. ആ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട്, നമ്മൾ ആരും ജനിക്കുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടല്ല, ആണോ? അല്ലല്ലോ, സ്ത്രീയും പുരുഷനുമായിട്ടാണ്. നമ്മൾ ചിലപ്പം എന്താ പറയുക, ബയോളജിക്കലായിട്ട് നമ്മൾ സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം, പക്ഷെ നമുക്ക് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നുള്ള ബോധം അപ്പം ഇല്ല. നമുക്ക് ഒരു സോഷ്യൽ ഫീലിംഗ്, ദ ഫീലിംഗ് ഓഫ് ജെൻഡർ നമുക്കില്ല. ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ ആണെന്നുള്ള വ്യത്യാസം നമുക്കില്ല. ഈ തോന്നൽ നിങ്ങൾക്ക് വന്ന ആദ്യത്തെ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറേ ആലോചിച്ചിരുന്നു. എന്നിട്ട് അവർ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് സമാനമായിട്ട് ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും മധിച്ച ഒരു സംഗതി ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. എനിക്കൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. ടീച്ചറുടെ കൂടെ ജോലി ചെയ്ത മറ്റൊരു ടീച്ചറുടെ മകള്, എന്നെക്കാളും ഒരു വയസ്സിന് മൂപ്പുള്ള എൻ്റെ ഒരു കൂട്ടുകാരി. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ പഠിക്കായിരുന്നു ചെറുപ്പം നാളിൽ. അപ്പം അതിന് ഞങ്ങൾ കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പം അവിടെ എന്നും എല്ലാ വീക്കെൻഡിലും ഈ കുട്ടി വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങൾ ആഘോഷമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ ലിംഗഭേദമൊന്നുമില്ല, ഞങ്ങൾ ഒന്നിച്ച് കിടന്നുറങ്ങും, കളിക്കും, ചിരിക്കും, കുളിക്കുന്ന ഒന്നിച്ചാണ്. അപ്പം എൻ്റെ നേരെ മൂത്ത സഹോദരി അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക. എന്നും വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ആ കുട്ടി എത്തും. ഞങ്ങൾ ഒന്നിച്ച് കുളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പം അമ്മ എന്തെങ്കിലും പ്രത്യേക വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കായിരുന്നു ഈ പ്രത്യേക ദിവസം, ഞാൻ ഈ ഓർക്കുന്ന ദിവസം. അന്ന് ചെന്നപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് കുളിക്കാൻ തന്നിരുന്നത് ലൈഫ് ബോയ് സോപ്പാണ്. അതിപ്പം നിങ്ങൾ കാണുന്ന ഫാൻസി ലൈഫ് ബോയ് അല്ല, പണ്ട് കോൾട്ടാറിൻ്റെ ലൈഫ് ബോയ് ഉണ്ട്. അതെടുത്ത് ഒരു ഏറെറിഞ്ഞാൽ ഒരു പട്ടി ചത്തുപോകും, അത്രയും ഘനമുള്ള സോപ്പാണ്. അതിനെ 12 കഷ്ണമായിട്ട് എൻ്റെ അമ്മ മുറിക്കും. ഓരോ കഷ്ണം ഓരോരുത്തർക്ക് തരും. അങ്ങനെയാണ് ഞങ്ങൾ കുളിച്ചിരുന്നത്. അച്ഛന് മാത്രം നല്ല സോപ്പൊക്കെ കിട്ടും. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതി. വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതല്ലാതെ ഒരുപാട് ഇഷ്ടംപോലെ ജീവിക്കാനുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഈ സന്തോഷകരമായിട്ട് ഞാനും എൻ്റെ ഈ കൂട്ടുകാരിയും എൻ്റെ സഹോദരിയൊക്കെ ഈ ലൈഫ് ബോയ് സോപ്പും കൊണ്ട് കുളിച്ചിരുന്ന കാലം, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എൻ്റെ കൂട്ടുകാരിക്ക് കുളിക്കാനും എൻ്റെ ചേച്ചിക്ക് കുളിക്കാനുമായിട്ട് പിയേഴ്സ് സോപ്പ് കിട്ടിയിരിക്കുന്നു. എനിക്ക് പഴയ ലൈഫ് ബോയ് തന്നെ. അപ്പം ഞാൻ ചെന്ന്, അപ്പം എനിക്ക് ഈ ലൈഫ് ബോയും പിയേഴ്സും തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്കറിയില്ല. അപ്പം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുക്കളയുടെ എക്സ്റ്റൻഷനായിട്ടാണ് ഒരു കുളിമുറി ഉള്ളത്. കുളിമുറിയിൽ ഒരു കിണറൊക്കെ ഉണ്ട്. അവിടുന്ന് വെള്ളം കോരി വേണം കുളിക്കാൻ, പൈപ്പൊന്നുമില്ല. അപ്പം ഞാൻ കുളിക്കാൻ ചെല്ലുന്ന നേരത്തെ കാണുന്നത് വെച്ചാൽ, ഈ 2 വനിതാരത്നങ്ങളും കൂടെ ഈ സോപ്പ് എടുത്തിട്ട് ഈ പിയേഴ്സ് സോപ്പിനകത്തൂടെ എന്നെ നോക്കുന്നു. അവർക്ക് എന്നെ കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ടിങ് 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 എന്ന് കാണിക്കുന്നു. എന്നോട് പറയുന്നു, നിന്റെ സോപ്പ് കൊണ്ട് നോക്കിയാൽ ഞങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. എനിക്കൊരു വലിയ അവമാനമായി. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ സോപ്പിനകത്തൂടെ അവരെ കാണണം. എനിക്ക് ലൈഫ് ബോയുടെയും പിയേഴ്സിൻ്റെയും മഹാത്മ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ ഉടനെ എൻ്റെ അമ്മയടുത്ത് ചെന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ചോണം, അമ്മയടുത്ത് ചെന്ന ഉടനെ അമ്മ ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുക, ഉണ്ണിയപ്പക്കാരെന്ന്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ അമ്മയുടെ നിയമം, ഭക്ഷണം ഉണ്ടാക്കിയത് മേശപ്പുറത്തെത്തിയിട്ട് എല്ലാവരും തിന്നാവും. അതിന് ഇളവ് എനിക്ക് കിട്ടും, പുരുഷനായി എനിക്ക് ഇളവ് കിട്ടും. വേണമെങ്കിൽ ചുടുന്ന നേരത്തെ തന്നെ ഒരു ഉണ്ണിയപ്പം എനിക്ക് തന്നിരിക്കും. എന്താ ഉണ്ണിയപ്പം വേണമെന്ന് ചോദിച്ചെടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഉണ്ണിയപ്പം വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് പിയേഴ്സ് സോപ്പ് വേണം. അമ്മ പറഞ്ഞു, പൊക്കോണേനെ പോയി, നിനക്ക് പിയേഴ്സ് സോപ്പ്, നീ നിനക്ക് തന്ന സോപ്പ് വെച്ച് കുളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അവരുടെ പിയേഴ്സ് സോപ്പ് മാറ്റിയിട്ട് അവർക്ക് ലൈഫ് ബോയ് തന്നെ കൊടുക്കുക. ഏതാ എൻ്റെത് പോയാലും കുഴപ്പമില്ല, അവർക്ക് കൊടുക്കാൻ ഞാൻ മതി, എനിക്ക് പരാതിയൊന്നുമില്ല. അന്ന് എൻ്റെ അമ്മ പറഞ്ഞ ചില വാചകങ്ങൾ എൻ്റെ മനസ്സിൽ കുത്തിക്കയറി. അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ലയിടത്തും പോയി കയറേണ്ട പെൺപിള്ളേരാ. നല്ല ചൊവ്വും മെനയായിട്ടിരിക്കണം. നിനക്കിത് മതി. വേറെ ആര് പറഞ്ഞെങ്കിലും അസൂയ കൊണ്ട് പറഞ്ഞാന്ന് ഞാൻ വിചാരിച്ചത്. എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ അങ്ങനെ വിചാരിക്കും. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ല ഇവരെന്തിനാ വല്ലയിടത്തും പോയി കയറുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല.
അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനും വല്ലയിടത്തും പോയി കയറിക്കോളാം, എനിക്ക് പിയേഴ്സ് സോപ്പ് വന്നു. അപ്പം അമ്മ എന്ത് ചെയ്തു? അമ്മയ്ക്ക് പിന്നെ ഉത്തരം മുട്ടിയപ്പോൾ അമ്മ ആ ഉണ്ണിയപ്പക്കാരുടെ കുത്തുന്ന സാധനം എടുത്തുകൊണ്ട് ഞാനെൻ്റെ ജീവനും കൊണ്ടോടി. അപ്പം ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം സാധാരണ അമ്മ തന്ന ഒന്നും കൂടി വേണമെങ്കിൽ അപ്പീൽ സമർപ്പിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അടുത്താണ്. എൻ്റെ അച്ഛനെന്ന മജിസ്ട്രേറ്റാണ്, ന്യായാധിപനാണ്. അപ്പം അദ്ദേഹത്തിന് അന്വേഷിച്ച് മുമ്പോട്ട് ചെന്ന് മുന്നിൽ വരാന്തിയിൽ അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അമ്മ പുറകെ വന്ന് അപ്പീൽ സമർപ്പണത്തിനുള്ള അവസരം തരാതെ അച്ഛനോട് പറഞ്ഞു, അണ്ണാ അവനൊന്നും കൊടുത്തങ്ങ് പറഞ്ഞിട്ട് അവനെ പെമ്പിള്ളേരുടെ സോപ്പില്ലെങ്കിൽ അവൻ കുളിക്കത്തില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ നിഷ്കാസിതനായി. അപ്പോഴും ഈ പെമ്പിള്ളേർ ഇതും കൊണ്ട് നിൽക്കുക. ഞാനന്ന് ദുഃഖം സഹിക്കാന്ന്. ഒരു 4 വയസ്സുകാരൻ്റെ ദുഃഖം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുമെന്ന് എനിക്കത് ഇപ്പം നമുക്കിരുന്ന് ചിരിക്കാം. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു, നാട് വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചു, പലതും ആലോചിച്ചു. കാരണം ഈ അടുക്കള ഭാഗത്തോട്ട് ചെല്ലാൻ ഈ പെമ്പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയല്ലേ. പക്ഷേ ഇരുട്ടത്തേക്ക് നോക്കിയപ്പം എൻ്റെ ധൈര്യം ചോർന്നു പോയി. ഇങ്ങനെ കുറുക്കനൊക്കെ ഓലി ഇടുന്നുണ്ട് അവിടെ കിടന്നപ്പോൾ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ മരിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇന്ന് ഞാൻ കുളിക്കുന്നില്ല തീരുമാനിച്ചു. കുളിച്ചില്ല. തീർന്നില്ല എൻ്റെ അവമാനം. പിറ്റേന്ന് രാവിലെ ഈ 2 വനിതാരത്നങ്ങളും കൂടെ പോയി എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുത്തു, കുട്ടൻ ഇന്നലെ കുളിച്ചിട്ടില്ല. അച്ഛനും അമ്മയും അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് അതേ ലൈഫ് ബോയ് സോപ്പ് വെച്ച് എന്നെ അവരുടെ മുമ്പിൽ വെച്ച് കുളിപ്പിച്ച് എന്നെ അവമാനിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, എല്ലാവരും തുല്യരല്ല. അന്ന് ആദ്യമായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, പെൺപിള്ളേർക്ക് സൗന്ദര്യം കൂടുതൽ വേണം, അതിനെന്ത് വേണം? ഉണ്ണിയപ്പം നിനക്ക് വേണമെങ്കിൽ കൂടുതൽ തരാം. എൻ്റെ അമ്മ പറഞ്ഞ സന്ദേശം ഇതാണ്, നിനക്ക് ഉണ്ണിയപ്പം വേണമെങ്കിൽ നിനക്ക് കൂടുതൽ തരാം, നീ ആണാണ്, ആണുങ്ങൾക്ക് ഉണ്ണിയപ്പമാകാം. പിയേഴ്സ് സോപ്പ് പെണ്ണുങ്ങൾക്ക് മതി, സൗന്ദര്യം പെണ്ണുങ്ങൾക്ക് മതി, ആണുങ്ങൾക്ക് ഇത്തിരി സൗന്ദര്യം കുറയാം. എൻ്റെ ഹൃദയഭേദകമായിട്ടുള്ളൊരു നിലപാടായിപ്പോയി എൻ്റെ അമ്മയുടെ അമ്മ. അന്ന് എൻ്റെ അമ്മയാണ് എൻ്റെ മനസ്സിൽ ലിംഗപരമായ അസമത്വത്തിൻ്റെ ബീജാവാപം നടത്തിയത്. നിങ്ങളുടെയും മനസ്സിൽ നിങ്ങളിന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്തരത്തിൽ ഏതെങ്കിലും അമ്മമാർ എവിടെയെങ്കിലും വെച്ചൊരു ബീജാവാപം നടത്തിയിട്ട് പിന്നീട് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അതിനെ ഉദ്ദീപിപ്പിച്ച് ഇങ്ങനെ വലുതാക്കി ഞങ്ങൾ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങൾക്ക് ഇന്ന രീതിയിൽ അടക്കമൊതുക്കവും വേണം, ആണുങ്ങൾക്ക് വേറെ രീതിയിൽ അടക്കമൊതുക്കവും. സമത്വബോധത്തോടുകൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലിംഗപരമായിട്ടുള്ള അസമത്വങ്ങളിൽ ഊന്നിയ 2 തരത്തിലുള്ള പെരുമാറ്റ ചട്ടങ്ങളില്ലാതെ ഒരുപോലെ പെരുമാറാനും നിങ്ങൾക്ക്